ഇത് ചെയ്തപ്പോ നമുക്ക് എന്ത് മനസ്സിലായി, നമുക്ക് മൊബിലിറ്റി തീരെ ഇല്ലാന്ന് മനസ്സിലായി. നീ എന്നും ഇതൊക്കെ ചെയ്യണം. സർ ദിസ് ഇസ് ആക്ച്വലി ഗോയിങ് ടു ബി മൈ PR. ഞാൻ പൊക്കാണെങ്കിൽ സോ ഇതോടുകൂടി നമ്മൾ വർക്കൗട്ട് ചെയ്യും. സിമ്പിൾ. ഈ വർക്കൗട്ട് ലെഗ് സ്ക്വാട്സ് 2 സെറ്റ് ചെയ്യുന്നുള്ളൂ. ഒരു വാമപ്പ് ചെയ്തു, ഒരു പ്രിപ്പയർ സെറ്റ് അടിച്ചു. ദിസ് ഈസ് മാക്സ് സെറ്റ്. വർക്കൗട്ട് ചെയ്യുന്നു. നിങ്ങൾ ഒരുപാട് നമ്പർ അടിക്കണ്ട, 10-15 നമ്പർ അടിക്കണ്ട, 3 സെറ്റ് കളിക്കണ്ട. സിമ്പിൾ അല്ലേ? പറഞ്ഞുള്ളോട്ട് കളിക്കണം. പിന്നെ ടൈം എടുക്കരുത്, പടപടയതായിരിക്കണം. ഹായ് ഗൈസ്, വെൽക്കം ടു അനദർ വ്ളോഗ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ യു ഗൈസ് ആർ വെരി കൈൻഡ് ആൻഡ് സപ്പോർട്ടീവ്. സോ താങ്ക് യു വെരി മച്ച് ഫോർ ദാറ്റ്. സോ ഹിയർ വി ആർ വിത്ത് അനദർ വീഡിയോ. സോ ഇന്നത്തതും ഒരു വർക്കൗട്ട് വീഡിയോ തന്നെയാണ്. ബട്ട് ഇന്ന് ഞാൻ വേറൊരാളുടെ ഒപ്പമാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അത് മറ്റാരുമല്ല, എൻ്റെ പോസിങ് കോച്ചാണ്. സോ പുള്ളിനെ പറ്റി പറയുകയാണെങ്കിൽ, പുള്ളി ഒരു K11 സർട്ടിഫൈഡ് ട്രെയിനറാണ്, ഒരു ബോഡി ബിൽഡറാണ്. മുമ്പ് കുറേ ഷോസൊക്കെ ചെയ്തിട്ടുണ്ട്, ടൈറ്റിൽസ് വിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് റൈറ്റ് നൗ ഒരു ഇൻഫ്ലുവൻസറും കൂടിയാണ്. അപ്പോൾ എൻ്റെ കോമ്പറ്റീഷനൊക്കെ എന്നെ പോസിങ് എല്ലാം പഠിപ്പിച്ച് എല്ലാം സെറ്റാക്കി തന്നത് പുള്ളിയാണ്. സോ ഇന്നത്തെ വർക്കൗട്ട് ആ ചേട്ടൻ്റെ ഒപ്പമാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ വർക്കൗട്ട് എന്താണെന്ന് അറിയില്ല. ലൈക്ക് ഞാൻ ചെയ്യുന്ന വർക്കൗട്ട്സ് അല്ല ചേട്ടൻ ചെയ്യുന്നത്. ഹി ഹാസ് എ ഡിഫറെൻറ്റ് തിയറി. സോ വിൽ സി ഹൗ ഇറ്റ് ഗോസ്. വാ. സോ ഹായ്, നമ്മളിപ്പോൾ ജിമ്മിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ കോച്ച് നമ്മളെക്കാളും കുറച്ചിട്ട് നേരത്തെ എത്തി. നിങ്ങളൊക്കെ സമയത്തിനൊക്കെ ജിമ്മിൽ പോകണം, എന്നെ പോലെ ആവരുത്. സോ ഐ വിൽ വെൽക്കം മൈ കോച്ച് റൈറ്റ് നൗ. സോ ഇതാണ് നമ്മുടെ കോച്ച്. ഹിസ് നെയിം ഇസ് പ്രവീൺ. സോ ചേട്ടാ, നമ്മളിന്ന് എന്താ വർക്കൗട്ട് ആണ്? നമുക്കിന്ന് ഫുൾ ബോഡി വർക്കൗട്ട് ആണ്. ഫസ്റ്റ് നമുക്ക് മൊബിലിറ്റി റിലീസ് തുടങ്ങാം. ഓക്കെ, ലെറ്റ്സ് ഗോ. മൊബിലിറ്റി നമ്മൾ തുടങ്ങണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഹാൻഡ് റൊട്ടേഷൻ. ഇങ്ങോട്ട് ഒരു 8 ടൈംസ് റൊട്ടേറ്റ് ചെയ്യുക. ആ സെയിം തന്നെ റിട്ടേൺ റൊട്ടേറ്റ് ചെയ്യുക. ഒരിക്കലും ടൈറ്റ്നെസ് കൊടുക്കണം. അപ്പോൾ ഫ്രീ ആയിട്ട് എൻ്റെ ഫ്രീ റൊട്ടേഷൻ കണ്ടോ, എൻ്റെ ഇങ്ങനെ പോകുന്നില്ല, എൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടാവും. ഫ്രീ ആയിരിക്കണം. യെസ്, റൊട്ടേറ്റ് പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, ഓപ്പോസിറ്റ് ഹാൻഡ്. ഓപ്പോസിറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഹാൻഡ് നേരെ മേലോടിക്കുക. എലിവേഷൻ ഡിപ്രഷൻ എന്ന് പറയും. ഇപ്പം ഹാൻഡ് എൻ്റെ സ്ട്രെയിറ്റ് ലൈനിലാണ് ഹാൻഡ് ഇരിക്കുന്നത്. ഞാൻ ഇനി ഇവിടുന്ന് എൻ്റെ ഹാൻഡ് എലിവേറ്റ് ചെയ്യും. എൻ്റെ എൽബോ മടങ്ങാണ്ട് ഞാൻ ഡിപ്രസ് ചെയ്യും. യെസ്, അങ്ങനെ ഒരു 8 ടൈംസ്. എലിവേറ്റ്, ഡിപ്രസ്, എലിവേറ്റ്, ഡിപ്രസ്. യെസ്. യെസ്. ഇനി നേരെ സ്ട്രെയിറ്റ് പിടിക്കുക. കൈ ആ സെയിം മൂവ്മെന്റ് തന്നെ നടത്തുക. എക്സ്റ്റെൻഡ് ചെയ്യുക, ഫ്ലെക്സ് ചെയ്യുക. യെസ്, യെസ്. ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് വൺ. കാല് കുറച്ച് വിട്ട് ചെയ്ത് പിടിക്കുക. ഹാൻഡ് സ്ട്രെയിറ്റ് പിടിക്കുക. ഫസ്റ്റ് മൂവ്മെന്റ് നേരെ ട്വിസ്റ്റ് ചെയ്യുക. ഇനി ഇവിടുന്ന് നേരെ എൻ്റെ ഈ പാമ്പിൻ്റെ ബാക്ക് വശം എൻ്റെ ഈ കാലിൻ്റെ ലെഫ്റ്റിൽ വരണം. അപ്പം ഞാൻ എന്ത് ചെയ്യണം? തിരിയുന്നു. എന്നിട്ട് എൻ്റെ പാമ്പിലോട്ട് നോക്കിയും വേണം. യെസ്. ആദ്യം ട്വിസ്റ്റ് ചെയ്യുക, പാമ്പിലോട്ട് നോക്കണം. ബാക്ക് കൈയിലെ പാമ്പിലോട്ട് നോക്കണം. ആ, അത് തന്നെ. യെസ്. ഒരു സൈഡ് ഫസ്റ്റ്, ഈ സൈഡ് തന്നെ കീപ്പ് ചെയ്യുക. 5 നമ്പേഴ്സ് ഈ സൈഡ്. യെസ്. ബാക്കിലോട്ട് പോട്ടെ, ഇതിവിടെ വരട്ടെ. ബാക്കിലോട്ടല്ലേ? യെസ്, പോട്ടെ. യെസ്. മുട്ടട്ടെ, മുട്ടട്ടെ, മുട്ടുന്നില്ല. മുട്ടട്ടെ. ആ, ഗുഡ്. ലാസ്റ്റ് വൺ. ഓക്കെ, റിലാക്സ്. ഓക്കെ, ഇനി കാല് കുറച്ച് ഷോൾഡർ ലെവലിൽ വെച്ച്. ദിസ് ഈസ് മൈ ഷോൾഡർ എന്ന് വിചാരിക്കുക. ഞാൻ ഇത്തിരി പുറത്തോട്ട് വെച്ചു. ഒരു ഹാൻഡ് സ്ട്രെയിറ്റ്. ഇനി ഇവിടുന്ന് ഈ ഹാൻഡ് അനങ്ങരുത്. ഓക്കെ, ഹിപ്പിലൊരു കൈ വെക്കുക. എൻ്റെ ഹിപ്പിനെ ഈ കൈ വെച്ച് പുഷ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ബോഡി സൈഡിലോട്ട് കൊണ്ടുവരും. ഫുള്ള് ഹിപ്പ് അനങ്ങണം. ഹിപ്പ് സെൻട്രൽ ലൈനിൽ നിന്ന് സൈഡിലോട്ട് പോകണം. എൻ്റെ സെൻട്രൽ ലൈനിൽ നിന്ന് ഞാൻ ഇങ്ങനെ കാണിച്ചാൽ എൻ്റെ ഈ ഭാഗം മാത്രമേ അനങ്ങുന്നുള്ളൂ. എനിക്ക് സെൻട്രൽ ലൈനിൽ നിന്ന് ഹിപ്പ് സൈഡിലോട്ട് പോകണം. അവനെന്ത് ചെയ്യും? കണ്ട, ഫസ്റ്റ് ഈ മൂവ്മെന്റ്, ദെൻ സൈഡ്. ആ, സ്ട്രെയിറ്റ്.
Last one. Opposite. Yes. Okay, good. ഇനി അടുത്ത സ്കോട്ട് സിറ്റ്. കൈ പിടിക്കുക. ഈ എൽബോന്റെ ഉള്ളിൽ, ഓക്കെ, ഈ നീയുടെ ഉള്ളിൽ എൻ്റെ എൽബോ തന്നെ. ചെസ്റ്റ് അപ്പ്. ബാലൻസ് ചെയ്യാതെ. അതും ബാലൻസ് ചെയ്യും ബോഡി. ഓക്കെ, ചെസ്റ്റ് അപ്പ്, ബോഡി അപ്പ്. ഓക്കെ, ഇനി എൻ്റെ ഹാംസ്ട്രിങ് ഓപ്പൺ ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം? എൻ്റെ ഈ കൈ വിട്ടെടുത്ത് കൈ ഇവിടെ തന്നെ ഇരിക്കണം. നേരെ നോക്കുക. ഇനി ഇരുന്നോ. കൈ വിട്ടെടുത്ത് ചെസ്റ്റ് അപ്പ്. ഓക്കെ, 5 numbers. ചെസ്റ്റ് അപ്പ്. ചെസ്റ്റ് അപ്പ്. യെസ്. ഹീല് പൊങ്ങരുത്. ഹീല് ഗ്രൗണ്ട് ചെയ്ത് തന്നെ ആയിരിക്കണം കേട്ടോ. ഗുഡ്. യെസ്. ലാസ്റ്റ് വൺ. യെസ്. അപ്പോ എനിക്ക് അറിഞ്ഞൂടാ, ചെയ്ത് നോക്ക്. ഓക്കെ, ഇത്രയും ഹിപ്പ് ഓപ്പൺ ചെയ്യുക. ഈ സൈഡിലോട്ട് ഇരിക്കുക. ഈ കൈ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുക. ഈ കൈ ബാക്കി വെക്കുക. എന്നിട്ട് ഞാൻ എൻ്റെ ബോഡി നീ എനിക്ക് സ്ട്രെയിറ്റ് ആക്കണം. എൻ്റെ ബോഡി എനിക്ക് ട്വിസ്റ്റ് ചെയ്യണം. നോക്കിക്കോ. ഓക്കെ, ഈ ഗ്രൗണ്ടിൽ കൈ വെക്കുക. എൻ്റെ നീ എനിക്ക് സ്ട്രെയിറ്റ് ആക്കണം. എൻ്റെ ബോഡി ട്വിസ്റ്റ് ചെയ്യണം. ഹീല് പൊങ്ങരുത്. ഹീൽ ഡൗൺ. യെസ്. ഓക്കെ, ഇനി പൊങ്ങിയ സ്ട്രെയിറ്റ്. ഗുഡ്. പോട്ടെ. Up, straight. Yes. Good. 2 more. Good. Last one. Knee straight ആക്കണേ. Yes. ഇനി ഓപ്പോസിറ്റ്. Okay. പോട്ടെ. Yes. Knee straight. Yes. Nice. മാക്സിമം ഇരിക്കി. അത്ര വലിയ ഇരിക്കണം. ഓക്കെ, ഞാൻ ഇരിക്കണം. ഓക്കെ, എൻ്റെ ഈ കാലം ഉണ്ടാ. ഞാൻ ഇവിടെ ഇരുന്നു. എൻ്റെ ഈ കാലം ഓപ്പൺ ആണ്. ഓക്കെ, ഇനി ഈ കാലം ഞാൻ ചവിട്ടുന്നു. ഫുള്ള് സ്ട്രൈറ്റ് ചെയ്യുന്നു. ഈ കാല് സ്ട്രൈറ്റ് ചെയ്യാ. ഈ കാലം അപ്പം പോയിക്കാം. ആ ഹീല് പൊങ്ങരുത്. പോകട്ടെ. അകലെ പോകട്ടെ. ഹീല് പൊക്കരുത്. അപ്പൊ എന്ത് ചെയ്യണം? ബാക്കോട്ട് ഇരിക്കണം. ആ സൈഡിലോട്ട് ഇരി. ഇപ്പൊ ബോഡി ഫ്രണ്ടിലോട്ട് പിടിച്ചേക്കണേ. കൈ നിലത്ത് പോത്ത്. കൈ നിലത്ത് കുത്തിക്കാൻ ഇരിക്കാൻ പറ്റും. കണ്ട, ഇങ്ങനെ ഇടുന്നതിനെ ഹീല് പൊങ്ങും. ബാക്കോട്ട് ഇരിക്കും. ഓക്കെ, ചെയ്തോ. യെസ്. കൈ റൗണ്ടിൽ നിന്ന് പൊങ്ങരുത്. That's a task. Nice one. പോട്ടെ. 2 more. Last one. Yes, good. Okay, fine. Okay, next one is cat and camel. അറിയാലോ. ഈ ഹാൻഡ് പാരലറായിട്ട് ഷോൾഡറിന് നേരെ, ഹിപ്പിന് നേരെ, നേരെ സ്ട്രെയിറ്റ് ആയിരിക്കണം. ഓക്കെ, ഈ ഭാഗം അടിയിലോട്ട്. ദിസ് ഇസ് ക്യാമൽ. കാറ്റ്. യെസ്, ക്യാമൽ. എൽബ് മടങ്ങാണ്ട് ചെയ്തേ. യെസ്. ഒരു മിനിമൽ സ്പീഡ് ചെയ്തോ. യെസ്. 2 3 4 5 6. 2 more. 7. Last one. 8. Good. ഇതൊരു 3 മൊബിലിറ്റി കോംബോ ആണ്. ആക്ച്വലി ഫസ്റ്റ് വൺ ഈസ് ചൈൽഡ് പോസ്. ഫുൾ ഇരിക്കുക കാലിലോട്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഹിൽ എന്ന് പറയും. കാല് നേരെ വെക്കുക. ഹീലും ഇതും നിലത്ത് ടച്ച് ചെയ്യണം. ഒരു ഹില്ല് നിൽക്കുന്ന പോലെ. ആ ഹീല് നിലത്ത് മുട്ടണം. എൻ്റെ ഹീൽ ഓക്കെ, മുട്ടണം. ബട്ട് അവിടെ നിന്ന് കൈ, ഇവിടെ നിൽക്കുന്ന കൈ മൂവ് ചെയ്യരുത്. ഓക്കെ, 1 2
ഫസ്റ്റ് ചൈൽഡ് പോസ്. കൈ ഇവിടെ നിന്ന് അനങ്ങരുത് തട്ടാ. കൈ കുറച്ച് കൊണ്ട് പിടിച്ചേ. ഓക്കെ, ഇനി ഇവിടെ നിന്ന് അനങ്ങരുത്, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. ഇനി ചൈൽഡ് പോസ് ചെയ്തേ. ഓക്കെ, നെക്സ്റ്റ് വൺ ഹിൽ. അപ്പൊ എന്ത് ചെയ്യണം? കാല് നേരെ നേരെ ഉണ്ട്, ഇങ്ങനെയൊക്കെ കാല്. ആ, ഇനി ഹിൽ ചെയ്തേ. നേരെ പൊങ്ങിയേ, മുട്ട് നോക്കിയേ. മുട്ടട്ടെ മാക്സിമം. യെസ്. ഇനി അടുത്ത കോബ്ര പോസ്. ഈ ഹിപ്പ് നിലത്ത് മുട്ടിക്കാൻ നോക്കാം. ബോഡി സ്ട്രെയിറ്റ് ചെയ്യുക. ഇങ്ങനെ ഇരിക്കണല്ലേ? പിന്നെ ഹിൽ ചെയ്തല്ലേ? ഞാൻ നേരെ വരുന്നു, എൻ്റെ ഹിപ്പ് നിലത്ത് മുട്ടിക്കുന്നു, ബോഡി അപ്പ്. ദിസ് ഈസ് കോബ്ര. ബോഡി ഫ്രണ്ട് കൊണ്ടോ. ഹിപ്പ് ആദ്യം മുട്ടിക്കണം. യെസ്. ചൈൽഡ് പോസ്. ഹിൽ പോസ്. കോബ്ര. Yes, nice one. 2 more. Come on, child pose. Come on, hill. Cobra. Child pose. Hill. Cobra. Yes, good one. Yes. ഈ കാല് സ്ട്രെയിറ്റ് വെക്കുക, ഹാൻഡ് നേരെ വെക്കുക, ഫ്രണ്ടിലോട്ട് നടക്കും. Okay. യെസ്. എന്നിട്ട് ആ ഹിപ്പ് അപ്പുറത്തോട്ട് ഇരുത്തിക്ക്. ഇതണ്ട ഞാൻ ഇരിക്കണണ്ട. യെസ്. ആ കളിച്ച് അടിച്ചു വെച്ചോ എന്നിട്ട്. യെസ്. കൈ നേരെ ഓപ്പൺ ആക്കിയേ. ബാലൻസ് അല്ലേ ബോഡി? ബാലൻസ് അല്ല? ഒന്നുകൂടി ചെയ്തേ. ഓക്കെ, നേരെ ഫ്രണ്ടിലോട്ട് മാക്സിമം. യെസ്. ഹോൾഡ്. ഓക്കെ, ഇനി പൊങ്ങിയോ? യെസ്. അങ്ങനെ 5 നമ്പർ. പോട്ടെ. Okay. Yes. പൊങ്ങട്ടെ. Straight. Yeah, good. Body straight ചെയ്യണ്ട. Straight. Yes. Straight. Last one. Straight. Yes, good. Opposite leg. Come on, let's go. ഈ കളി ഇച്ചിരി സ്ട്രൈറ്റ് ആക്കി, ഈ കളി ഇച്ചിരി ബാക്കോട്ട് ആക്കി. ഓക്കെ, ഇനി ഓപ്പൺ ചെയ്തേ. ഹാൻഡ് ഓപ്പൺ. യെസ്, ഗുഡ്. വൺ ഫുൾ സ്ട്രൈറ്റ് ആവണേ ബോഡി. സ്ട്രൈറ്റ്. ആ, ഗുഡ്. 2 സ്ട്രൈറ്റ് ആവട്ടെ. യെസ്. 3 പോട്ടെ. 4 ലാസ്റ്റ് വൺ. യെസ്, ഗുഡ് 5. ഗുഡ്. മൊബിലിറ്റി ഡ്രിൽസ് ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹിപ്പ് ഓപ്പൺ ആയി, നമ്മുടെ ജോയിന്റ്സ് എല്ലാം ഓപ്പൺ ആയി. ഇനി നമുക്ക് നേരെ നമ്മുടെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ചെയ്തപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? നമുക്ക് മൊബിലിറ്റി തീരെ ഇല്ലാതെ മനസ്സിലായി. നീ എന്നും ഇതൊക്കെ ചെയ്യണം. ടേബിൾ ടോപ്പ് പൊസിഷൻ എന്ന് പറയും. ടേബിൾ ടോപ്പ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ മുതുകെ പോലും സ്ട്രെയിറ്റ് ആയിരിക്കണം, റൗണ്ട് അപ്പ് ആവരുത്. ദിസ് ഈസ് ടേബിൾ ടോപ്പ് പൊസിഷൻ. ഈ നീയും നമ്മുടെ ഈ എൽബോ ഉണ്ടാ, ഈ രണ്ട് നീ സ്ട്രെയിറ്റ് ലൈൻ ആവണം. ദാറ്റ് ഈസ് എടുത്തേ നോക്കട്ടെ. എനിക്ക് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ നീ ഇല്ലേ, ഈ എൽബോ കൊണ്ട് ഹൈഡായി പോണം. ഒരിത്തിരി കൂടി. ആ, ഇനി എന്ത് ചെയ്യണം? സ്ട്രെയിറ്റ്. ഓക്കെ, ദിസ് ഈസ് എ പൊസിഷൻ. ഇനി എന്ത് ചെയ്യണം? ഒന്ന് സ്റ്റാക്ക് എന്നൊരു സാധനമുണ്ട്. നമ്മളിങ്ങനെ ഒരു സൗണ്ട് കേൾക്കും, ടക്ക്. ആ സൗണ്ട് എനിക്ക് കേൾക്കാൻ പാടില്ല. അപ്പൊ എന്ത് ചെയ്യണം? ബാർലി ഇതല്ല, ഫുൾ തം ഗ്രിപ്പ് പിടിക്കണം. ഫുൾ തം. ഒരിക്കലും നമ്മൾ ഫോൾസ് ഗ്രിപ്പ് പിടിക്കരുത്. ഫോൾസ് ഗ്രിപ്പ് പിടിക്കണമെങ്കിൽ ഞാൻ ഒരു 50 കിലോ ഇട്ടില്ല, എന്നിട്ട് ഫോൾസ് ഗ്രിപ്പിൽ ഒന്ന് പൊക്കി കാണിച്ചാൽ പറ്റില്ല. അപ്പൊ ഒരു ഫുൾ തമ്മി പിടിക്കുക. യെസ്. പിന്നെ ഞാൻ ഒരു സിമ്പിൾ കാര്യം പറഞ്ഞുതരാം. നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോ ശ്രദ്ധിച്ചു ചോദിക്കും, എന്റെ ഷോൾഡർ ചോദിക്കും. ഇപ്പൊ എന്റെ ഷോൾഡർ ഉണ്ടല്ലോ, ഓക്കെ, ഏതെങ്കിലും ഒരു ഇടിവ് ഉണ്ടാവും ഒരു സൈഡിൽ. ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു ഇടിവ് ഉണ്ടാവും, പക്ഷെ നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോൾ അവസാനം ഉണ്ടാവില്ല. സോ ഞാൻ എന്റെ ഇതിൽ പറഞ്ഞാണ്, നിങ്ങൾക്ക് എങ്ങനെ പിടിക്കുക. രണ്ടും നല്ലതാണ്, ബട്ട് എൻ്റെ ഒരു ഇതിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ പിടിക്കാറുള്ളൂ. എൻ്റെ 2 ഷോൾഡറും സ്ട്രെയിറ്റ് ആയിരിക്കും, ഒരു ഷോൾഡറിന് ഇടിവോ ഒന്നും ഉണ്ടാവില്ല. സോ ഇതാണ് സൂട്ടബിൾ എങ്കിൽ ഇത് ചെയ്യാം, നോ പ്രോബ്ലം. ഞാൻ പറഞ്ഞതാണ്, ഇതാണ് സൂട്ടബിൾ. ഇത് ചെയ്തോ, ഇത് ചെയ്യണമെന്നല്ല, ഇത് നല്ലതാണ്, ബട്ട് രണ്ടും തമ്മിൽ നോക്കുമ്പോഴേക്കും ചെറിയ ഡിഫറൻസ് ഉണ്ട്. ബട്ട് ഇത് പിടിച്ചോ, ഇപ്പൊ പിടിച്ചാൽ മതി, നോ പ്രോബ്ലം.
ഏതാണ് കംഫർട്ട് അത് പിടിച്ചാൽ മതി. ഇങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഏതാ കംഫർട്ട് എന്ന് വെച്ചാൽ പിടിച്ചോ, നോ പ്രോബ്ലം. അതാ കംഫർട്ട്, അത് പിടിച്ചോ. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ ആണോ നോക്കുക. നോ, സ്ട്രെയിറ്റ് ലൈൻ അല്ല. ഓക്കെ, ടേബിൾ ടു പൊസിഷൻ, ഹിപ്പ് ലിറ്റിൽ അപ്പ്, ഹിപ്പ് ഹിപ്പ് അപ്പ്, ഹിപ്പ് അപ്പ്, ഹിപ്പ് അപ്പ്. യെസ്, നോക്കിക്കോ. യെസ്, അടുത്ത് വെച്ചേ. ഇനി മിസ്റ്റേക്ക് ഞാൻ കാണിച്ചു തരാം. സോ ഇങ്ങനെയല്ലേ ചെയ്തത്. സോ ഫസ്റ്റ് സ്റ്റാൻഡിങ്, എൻ്റെ മിഡ് ഫുഡിൽ എൻ്റെ ബാർ വന്നു. എനിക്ക് ബാറിലോട്ട് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഞാൻ പിടിച്ചു. എൻ്റെ ആ സൈഡിൽ നോക്കിയാൽ കാണാം എൻ്റെ ഈ ഇത് രണ്ടും തമ്മിൽ ഹൈഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, ലെറ്റ്സ് ബ്രീത്ത് ഔട്ട്. ഇങ്ങനെ വിളിക്കുമ്പോൾ നിങ്ങളുടെ കോറ് ടൈറ്റ് ആവുള്ളൂ. നിങ്ങൾ ഫ്രീ ആയിട്ട് എടുത്തേനാ ഒന്നും ടൈറ്റ് അല്ല. ഈ വെയിറ്റ് ഓക്കെ, ഒരു ഹെവി വെയിറ്റ് വയ്ക്കുന്നതിനാ ഇഞ്ചുറി വരെ ഭയങ്കര സാധ്യതയുള്ള. എപ്പോഴും നമ്മുടെ കോറ് ടൈറ്റ് ആയിരിക്കണം. ഓക്കെ, ഞാൻ പിടിച്ചു, എൻ്റെ ഗ്രിപ്പ് കറക്റ്റായി. ഞാൻ എൻ്റെ ടേബിൾ ടോപ്പ് പൊസിഷനിലോട്ട് വന്നു. ഈ സൈഡ് എൻ്റെ കറക്റ്റായി. ദിസ് ഈസ് എ സെറ്റ്. അല്ലാണ്ട് നമ്മൾ എങ്ങനെ എടുത്തിട്ട് ദിസ് ഇസ് നോട്ട് സെറ്റ്. യു വേസ്റ്റിംഗ് ഒരു എനർജി. എന്തിനത്ര എനർജി ആ സ്ലോ പ്രോസസ്സിൽ നമ്മൾ കളയണം. മസിൽ കോൺട്രാക്ട്, അതിലാണ് മസിൽ കോൺട്രാക്ഷനാണ് പവർ ഇരിക്കണത്. ഓക്കെ, ഒറ്റ നമ്പർ മതി എനിക്ക് ഇതില് പല പല വെയിറ്റ്സ് വേണ്ട. കാരണം ഇതൊരു സിമ്പിൾ വെയിറ്റ് ആണ് നമ്മുടെ ബോഡിക്ക്. സോ ഇതിൽ കുറെ നമ്പർ അടിച്ചിട്ട് ഒരു കാര്യമില്ല. ഗിവ് മീ 1 നമ്പർ. എനിക്ക് ആ പോസ്റ്റർ കറക്റ്റാക്കാൻ വേണ്ടിയാ. അതെനിക്ക് ആ ഫുൾ ജനറേറ്റിംഗ് പവർ കിട്ടണം. ഞാൻ ചെയ്ത പോലെ സെയിം മിഡ് ലൈൻ. ഓക്കെ, നേരെ ഓക്കെ. ഇനി ആ ഗ്രിപ്പിൽ പിടിക്കുമ്പോൾ തന്നെ അറിയാം ഗ്രിപ്പിൽ കറക്റ്റ് ആണോ എന്ന്. പിടിച്ചോ. ഓക്കെ, ഇത് സ്ട്രൈറ്റ് ആകാൻ വേണ്ടി ഇത് മുട്ടുക. മുട്ടുമ്പോൾ അറിയാം കുറച്ച് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക, കുറച്ച് ഫ്രണ്ടിലോട്ട്. ഓക്കെ, ലുക്ക് സ്ട്രൈറ്റ്. ഒറ്റപ്പോൾ ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഇൻ. യെസ്. എന്തിനകത്ത് പയ്യെ വെക്കണം. സ്റ്റാക്ക് ഇറ്റ്, നോ പ്രോബ്ലം. സി, അതിനാണ് ഈ സാധനം ഇവിടെ ഉള്ളത്. നമ്മൾ പയ്യെ വെച്ചിട്ട് എന്തിനാ. അടുത്ത വെയിറ്റ് കിട്ടോ. ഇതിപ്പോ എങ്ങനെയുണ്ടായി? ഭയങ്കര ഈസി ആയിരുന്നോ അല്ലെങ്കിൽ സ്ട്രഗിൾ ഉണ്ടായിരുന്നോ? ഭയങ്കര ഈസി. 15 ഇടല്ല. അയ്യോ, 15 ഇടാവണേ. അപ്പൊ 25ഓ? ബെൽറ്റ് ഇട്ടോ, നോ പ്രോബ്ലം. സി, എന്റെ തിയറി ഇത്രേ ഉള്ളൂ. ഞാനൊരിക്കലും സിമ്പിൾ വെയിറ്റ് മുക്കിക്കില്ല. കാരണം അത് വേസ്റ്റ് ഓഫ് ടൈമാണ്. ഒരു മസിൽ ഗ്രോത്ത് ഉണ്ടാവുന്നെങ്കിലും പൊട്ടൻഷ്യൽ കുറവായിരിക്കും. നമ്മളിവിടെ വരുന്നത് എന്തിനാ? മസിൽ ബിൽഡ് ചെയ്യാൻ. ഇതിന് ഈസി വെയിറ്റ് പൊക്കാനാണെങ്കിൽ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ. ബെൽറ്റ് വേണോ? യൂസ് ദ ബെൽറ്റ് ഇഫ് യു വാണ്ട്. യൂസ് ദ ബെൽറ്റ്. ഇഞ്ചുറി വരുത്തേണ്ട ആവശ്യമില്ല. ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല, കുറെ നാളായി ചെയ്തിട്ട്. ചെയ്യാറില്ല. That's a problem. ഓക്കെ, വേണമെങ്കിൽ ലോക്ക് ഓൺ ചെയ്യാം, അല്ലെങ്കിൽ ലോക്ക് അങ്ങനെ തന്നെ പിടിക്കാം. ഇപ്പൊ ഞാൻ തിരിച്ചു വെക്കുമ്പോഴേക്കും ഞാൻ എന്റെ റീഗ്രിപ്പ് ഞാൻ ഓപ്പൺ ചെയ്യുന്നു. റീഗ്രിപ്പ്, ഓപ്പൺ, റീഗ്രിപ്പ്. പവർ ഞാൻ ഒന്നും കൂടി ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഗ്രിപ്പ് വിട്ടിട്ട് ഒന്നുകൂടി പിടിക്കും. അങ്ങനെയല്ല, സെയിം ഗ്രിപ്പിൽ പിടിക്കാം. ചെയ്തോ. ഞാൻ ഇങ്ങനെ പിടിച്ചു നോക്കട്ടെ. ബെസ്റ്റ് ഗ്രിപ്പ് എന്റെ രീതിയിൽ. മറ്റേ നല്ല ഗ്രിപ്പാണ്, പവർ ലിഫ്റ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ഈ ഗ്രിപ്പാണ്. ബട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്ന ഈ ഗ്രിപ്പാണ്. ഏതാണ് കംഫർട്ട് എന്ന് വെച്ചാൽ അത് ചെയ്തോ. ചെയ്ത് നോക്ക്. Let's go. Straight line. Okay. 1. Okay. Rest. Okay. Yes, 2. Come on, grip, power grip. Come on. 3. 2 more. Power grip, power. Come on. Yes, last one. Full grip, full. Yes, nice one. Good. Okay. So, വലിയ വെയിറ്റ് ഒന്നല്ല.
ഐ അണ്ടർസ്റ്റാൻഡ്. പക്ഷെ ഞാൻ ഇങ്ങനെ ഡെഡ് ലിഫ്റ്റ് ഒന്നും അടിക്കാറില്ല. എനിക്കൊന്നും മാസങ്ങൾക്ക് ശേഷമാണ് ഡെഡ് ലിഫ്റ്റ് അടിക്കണത്. കുറച്ചും കൂടി വെയിറ്റ് ഒന്നും പോണില്ല. വിൽ സ്റ്റാർട്ട് ഇതിന്ന് തന്നെ ഇനി വീണ്ടും. It's a good weight. No problem. So next we'll do front squat or squat. Which one you want? എല്ലാവർക്കും വേണ്ടിയേക്കും ഫ്രണ്ട് സ്കോട്ട് ചെയ്യാൻ, റൈറ്റ്? Yeah. ഏതാ പ്രിഫർ ചെയ്യാതെ? സാധാ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. സ്ക്വാട്ട്, നോർമൽ സ്ക്വാട്ട്. നോർമൽ സ്കോട്ട്. ഓക്കെ. നെക്സ്റ്റ് വൺ നമ്മൾ പോകുന്നത് സ്കോട്ട്സ് ആണ്. Okay. സോ മാക്സിമം ഇരിക്കുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, എന്നാലേ നമ്മുടെ കോറ് ടൈറ്റും ആയാൽ മാത്രമേ നമുക്ക് ആ പവർ ജനറേറ്റിന് പറ്റുള്ളൂ. നമ്മൾ വെറുതെ ഫ്രീ ആയിട്ട് ഇടുന്നതിന് ഒരിക്കലും നമുക്ക് ആ ടൈറ്റ് അല്ലാത്തതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇഞ്ചുറീസ് വരാം, എപ്പോഴെങ്കിലും നമ്മുടെ ഫോം തെറ്റാം. അപ്പോൾ എപ്പോഴും മാക്സിമം ബ്രീത്ത് ഇൻ ചെയ്തിട്ട് നിങ്ങളൊരു വെള്ളത്തിനടിയിലോട്ട് പോവുക. വെള്ളത്തിനടിയിൽ നമുക്ക് ഒരിക്കലും ബ്രീത്ത് ഔട്ട് ചെയ്യാൻ പറ്റില്ല, കറക്റ്റ് അല്ലേ? ബ്രീത്ത് ഇൻ, തിരിച്ചു വരുന്നു, നെക്സ്റ്റ് ബ്രീത്ത് ഇൻ ചെയ്ത് കഴിഞ്ഞിട്ട് പോയാൽ മതി. സ്പീഡായിട്ട് പോണ വഴിയിലെ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് നമുക്ക് വേണ്ട. ഓക്കെ, സോ വെയിറ്റ് ആദ്യം ഒന്ന് വാമപ്പ് ചെയ്ത് നോക്കോ, ജസ്റ്റ് ആ ഒരു ഫോം കറക്റ്റാക്കാൻ. ഓക്കെ, ഇപ്പോൾ ഒരു സ്ട്രോങ് ഗ്രിപ്പ് ആയിരിക്കുക. കയറിക്കോ, ബാർ ഇൻ ദ മിഡ് ലൈൻ. ഓക്കെ, കറക്റ്റാ. ഓക്കെ, രണ്ട് കാലം സ്ട്രെയിറ്റ് വെച്ച് എന്നിട്ട് ബാർ എടുക്ക്. ഓക്കെ, ഗുഡ്. ഓക്കെ, ഓക്കെ, മാക്സിമം എടുക്കും, മാക്സിമം. ഗുഡ്. Come on. Yes, maximum. Good. Maximum. Yes, good. ക്ലിയർ ആക്കിയതോ? ഒന്ന് പൊക്കി വെച്ചോ. ഒരെണ്ണം താത്തണോ? ഓക്കെ, എത്രയാണ് ഇതിന്റെ മാക്സിമം വെയിറ്റ് സ്കോട്ട്സ്? ഇത് സ്മിത്ത് ചെയ്യണേലും പറഞ്ഞാൽ മതി. സ്മിത്തില് 20, വൺ സൈഡ് 20 മാക്സിമം അതാണ്. ഓക്കെ, പക്ഷെ സ്മിത്തിൽ പിന്നെ ബാറിന്റെ വെയിറ്റ് സോ അറിയാം. നമുക്ക് 3 സെറ്റ് ഉള്ളത്. സോ നമ്മളിപ്പോഴും വാമപ്പ് ചെയ്തു, ഇനി നമുക്കൊരു പ്രിപ്പയർ സെറ്റ് ചെയ്യാം. നമ്മൾ ഹെവി വെയിറ്റിലായിട്ട് പോകണേ നമ്മൾ നമ്മളിവിടെ ബോഡിനെ പ്രിപ്പയർ ചെയ്യുന്ന സെറ്റ്. സോ ഇപ്പൊ 20 നമ്പർ എങ്കിൽ നമുക്കത് 10 ചെയ്യാം, നേരെ പകുതി. ഓക്കെ, good. Come on. Good. Yes, stay there. Maximum ഇരിക്കണേ. Breathe out. Yes, good. Maximum. Auto push. Breathe in. Good. Breathe in. Come on. Good. Come on, breathe in. Yes, give me two more, come on. Good, last one, push, come on, last one. Maximum. Come on, let's go, good one. So ഇതിപ്പോ ഞാൻ റേറ്റിംഗ് വെച്ചാൽ 1 to 10 എന്തോരം ഹാർഡ് ആയിരുന്നു. 10 is very hard, 8 is 6. Okay. So you can go for PR or We'll try. എനിക്ക് ഒരുപാട് നമ്പർ വേണ്ട. എനിക്ക് ഒരു നമ്പർ അല്ലെങ്കിൽ 2 നമ്പർ തന്നാൽ മതി. Okay. എനിക്ക് ഒരുപാട് നമ്പർ അല്ല, എനിക്ക് വെയിറ്റ് പോകണം. Okay. ഇടാ. സോ നമ്മൾ ഈസി വെയിറ്റ് എടുത്തിട്ട് 10ഉം 15 നമ്പർ അടിക്കുന്നതിൽ ഒരു കാര്യമില്ല. പൊക്കാൻ പറ്റുന്ന വെയിറ്റ്, ബോഡിക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന വെയിറ്റ് എടുക്കുക, എന്നിട്ട് ഒരു 5 നമ്പർ, മാക്സിമം 5 നമ്പർ. ഇപ്പൊ ടോട്ടലി 40 kg, നോ 60 kg. റെസ്റ്റ് എടുത്ത് ഒരു 3 minutes റെസ്റ്റ് എടുത്തു. സോ ഇതോടുകൂടി നമ്മൾ വർക്കൗട്ട് ചെയ്യും. സിമ്പിൾ. ഈ വർക്കൗട്ട് ലെഗ് സ്ക്വാട്സ് 2 സെറ്റ് ചെയ്യുന്നുള്ളൂ. ഒരു വാമപ്പ് ചെയ്തു,
ഒരു പ്രിപ്പയർ സെറ്റ് അടിച്ചു. ദിസ് ഈസ് യുവർ മാക്സ് സെറ്റ്. വർക്കൗട്ട് കഴിഞ്ഞ് നിങ്ങൾ ഒരുപാട് നമ്പർ അടിക്കണ്ട, 10-15 നമ്പർ അടിക്കണ്ട, 3 സെറ്റ് കളിക്കണ്ട. സിമ്പിൾ അല്ലേ? നമ്മൾ ആദ്യത്തെ നമ്പറിൽ നമ്മുടെ ഒരു എനർജി വേസ്റ്റ് ആക്കിയിട്ടില്ല. സെക്കൻഡ് വെയിറ്റിന് പ്രിപ്പയർ ആണ്. അത് നമ്മുടെ വെയിറ്റിന്റെ പകുതി എടുത്തിട്ടുള്ളൂ. അവിടെ നമ്മൾ ഒരുപാട് നമ്മുടെ ഫോഴ്സോ അല്ലെങ്കിൽ എനർജി വേസ്റ്റ് ആയിട്ടില്ല. ഇതിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എനർജി വേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത് ബെസ്റ്റ് നമ്പർ ആയിരിക്കണം, ബെസ്റ്റ് സെറ്റ് ആയിരിക്കണം. പ്രിപ്പയർ ആയിട്ട് എടുത്താൽ മതി. പ്രിപ്പയർ ആവാണ്ട് ഒന്നിലോട്ടും കയറേണ്ട ആവശ്യമില്ല. പ്രിപ്പയർ ആകും, ബി പ്രിപ്പയർ. ഫ്രീ ബാർ സ്ക്വാട്ട് നമ്മൾ ചെയ്യാറില്ല. സർ ദിസ് ഈസ് ആക്ച്വലി ഗോയിങ് ടു ബി മൈ PR. ഞാൻ പൊക്കാണ് ഇങ്ങനെ. വെൽ ട്രൈ. Let's go, come on. One step back, one step, just one step. Madi, fine. Give me the best, come on. Maximum. Go, good. It's okay. No problem. See, no problem. നമുക്ക് ഒരു വെയിറ്റ് കുറക്കാം. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. എനിക്ക് നിങ്ങളുടെ വെയിറ്റ് എത്രയെന്ന് അറിയാമല്ലോ. ഇപ്പം ഞാനാണെങ്കിൽ വെയിറ്റ് നോട്ട് ചെയ്ത് വെക്കണോണ്ട് എനിക്ക് ക്യാച്ച് ചെയ്യാം. ഓക്കെ, എൻ്റെ മാക്സിമം ഒരു നമ്പർ വയ്ക്കണം 32 kg. അപ്പോൾ എനിക്ക് ഒരു നമ്പർ ഫോക്കസ് ചെയ്യാം. ഇപ്പം എനിക്കൊരു ഫോക്കസ് ഇല്ല ഏത് നമ്പറാണ് ഏത് വെയിറ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ 20 നമുക്ക് 15 ട്രൈ ചെയ്യാം. സോ ഇറ്റ് വിൽ ബി ഈസി. എനിക്ക് 5 നമ്പർ, 3 to 5 നമ്പർ. എനിക്ക് അതിന്റെ മേളിൽ വേണ്ട. ബാറിന്റെ ഉള്ളിലോട്ട് കയറിക്കണം. പിന്നെ ടൈം എടുക്കരുത്, പടപടയതായിരിക്കണം. അവിടെ എനർജി വേസ്റ്റ് ചെയ്യാൻ നമുക്ക് ടൈമില്ല. ഓക്കെ, ഗോ ഫോർ. Oh, let's go. Come on. Good. Maximum. Push. Good. Breathe out. Breathe in. Push. Come on. No touch. Push. Yes. Relax. അയ്യോ, നമ്മളില്ലേ, നമ്മൾ ഇവിടെ നിന്ന് വന്ന് ഇവിടെ സ്റ്റക്ക് ആയിക്കാനാ നെക്സ്റ്റ് പോവില്ല. അടുത്ത നമ്പറിൽ ട്രൈ ചെയ്യരുത്. ഒരുപാട് എനർജി വേസ്റ്റ് ചെയ്യും. എന്തിന്? നമ്മൾ ഫെയിലിയർ ആവുമെന്ന് നമുക്ക് ഉറപ്പാണെങ്കിൽ നമ്മൾ ഒരിക്കലും അടുത്ത വെയിറ്റിലോട്ട് പോകരുത്. അടുത്ത നമ്പർ അടിക്കരുത്. ഇപ്പൊ ഫസ്റ്റ് നമ്പർ അടിച്ചു, സെക്കൻഡ് നമ്പർ യു സ്ട്രഗിൾ ചെയ്യരുത്. റൈറ്റ്? ഈ സ്ട്രഗിളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ട്രൈ ചെയ്യരുത്. പോവില്ല. നമ്മുടെ വർക്കൗട്ട് നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടി, പിന്നെ നമ്മളത് പിന്നെയും നമ്മുടെ ബോഡിനെ പിന്നെയും അതിലോട്ട് ഇതാക്കി കഴിഞ്ഞാൽ പിന്നെയും ഡൗൺ ആവും. സോ അങ്ങനെ ചെയ്യരുത്. ഓക്കെ, ലേണിംഗ് ന്യൂ തിങ്സ് എവറി ഡേ. അപ്പോൾ നമ്മൾ ആദ്യം 20 to 40 to 60 kgs ചെയ്യാൻ നോക്കി, ഫെയിലായി. ബട്ട് വി ഡോണ്ട് ഫിയർ ഫെയിലിയർ. ഫെയിൽ ആവണം. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ 15 kgs ഇട്ടു. ഇപ്പോൾ 30 + 20 50 kgs നമ്മൾ ലിഫ്റ്റ് ചെയ്തു. ആൻഡ് ഇനി വിൽ പുഷ് ഫോർ മോർ എവറി വീക്ക്.